Hey friends, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബ്രെഡ് ഫ്രൂട്ട് അഥവാ ശീമച്ചക്ക ശീമപ്ലാവ് നമ്മൾ ഒരുപാട് ഔഷധ സസ്യമായിട്ട് കരുതപ്പെടുന്ന ഈ ശീമപ്ലാവിനെ നമുക്ക് എങ്ങനെ ഒരു തൈ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ വരും ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്താൽ ഒരു ശീമപ്ലാവിനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. പിന്നെ മാക്സിമം നിങ്ങളുടെ പ്രോത്സാഹനം എന്ന് പറയുന്നത് ലൈക്കിലൂടെയും ഷെയറിലൂടെയാണ്. അന്നേരം മാക്സിമം ഞങ്ങൾ വീണ്ടും ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയിട്ടും ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം വേണം. ഒരു ചെടി എയർ ലെയർ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള രീതിയാണ്. സാധാരണ ഒരു നഴ്സറിക്കാരും ഈ ഒരു സമ്പ്രദായം ഇങ്ങനെ ചാനൽ വഴിയോ ഒന്നും ചെയ്യാറില്ല. നമുക്ക് നമ്മുടെ വീട്ടിലൊരു ചെടി എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള ഒരു രീതിയാണത്. ഇതിപ്പോൾ ശീമപ്ലാവ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഐറ്റമാണ്. അതിൻ്റെ ഒരു തൈ നമ്മൾ എയർ ലെയർ ചെയ്തെടുക്കുകയാണ്. എയർ ലെയർ ചെയ്തെടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കായ്ച്ച് കിട്ടും, വളരെ ഹൈറ്റിൽ പോവില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യാസങ്ങളുള്ള മറ്റുള്ള സാധാരണ ശീമപ്ലാവ് നമ്മൾ വേരിൽ നിന്നാണ് തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് എയർ ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 വർഷം കൊണ്ട് അത് കായ്ക്കുകയും ചെയ്യും, വലിയ ഹൈറ്റും പോവില്ല. ആദ്യമായി ലെയർ ചെയ്യുമ്പോൾ ആ സ്റ്റെം തിരഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ താഴെ ഒരു 5 സെൻറ്റിമീറ്റർ വീതിയിൽ 2 എൻഡും കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ സ്കിൻ, അതായത് തൊലി മാത്രമേ കട്ടാവുള്ളൂ. തൊലി കട്ട് ചെയ്തിങ്ങനെ കളഞ്ഞതിന് ശേഷം ഒരു ചരടോ ചണമോ എന്തെങ്കിലും ഉപയോഗിച്ച് ആ കട്ട് ചെയ്തതിൻ്റെ മുകൾ ഭാഗം നമുക്ക് കെട്ടാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഏറ്റവും നല്ലതാണ്, ഒടിയത്തിൽ ആ കട്ട് ചെയ്തതിന് താഴെ ഒരു കെട്ടങ്ങിരിയാണ്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ഒരു മിശ്രിതമുണ്ട്. ചകിരിച്ചോറ്, ചാണകം, ഇത് രണ്ടും കൂടെ ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ, അതായത് ഒരു 2 ഇഞ്ച് നീളവും ഒരു 2 ഇഞ്ച് വീതിയും 3 ഇഞ്ച് നീളവുമുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിലേക്ക് ആ മിശ്രിതം വെച്ച് നമ്മൾ ആ കട്ട് ചെയ്ത ആ മുറിവ് പൊതിഞ്ഞങ്ങ് കെട്ടുകയാണ്. പൊതിഞ്ഞ് കെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ മുകൾ ഭാഗം ഓപ്പണായിട്ടിരിക്കണം, എന്നാലേ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഇറങ്ങത്തുള്ളൂ. ആ കെട്ട് പരമാവധി ടൈറ്റ് ചെയ്ത് കെട്ടുക. കെട്ട് ലൂസായി കഴിഞ്ഞാൽ റൂട്ടാകാൻ ഒരുപാട് ലേറ്റാവും. ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു ചെടി ശീമപ്ലാവിനെ സംബന്ധിച്ച് ഒരു 15 ദിവസം അല്ലെ 16 ദിവസം വെള്ളം നല്ലപോലെ വരികയാണെങ്കിൽ ഇതിനകത്തൂടെ റൂട്ടിറങ്ങും. റൂട്ടിറങ്ങിയാൽ അടുത്തൊരു തൈ ആക്കി നമ്മളത് മാറ്റിയാണ്. തൈ മാറ്റി നമ്മളൊരു ഒരാഴ്ച അത് ഷെയ്ഡിൽ വയ്ക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കവറിലേക്ക് മൊത്തം ഈ വേരുകളങ്ങ് ഇറങ്ങും. അതിനുശേഷം നമുക്ക് കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തോട്ട് മാറ്റാം. സൂര്യപ്രകാശം കൊടുക്കണം പിന്നെ അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം, എന്നാലേ അതിന് ആ ഒരു ഓജസ്സൊക്കെ ആ തൈക്ക് കിട്ടത്തുള്ളൂ. ഒരുപാട് ഷെയ്ഡിലിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഓജസ് കിട്ടില്ല. ഇത്തരം രീതിയിൽ നമുക്ക് വീട്ടിലുള്ള ഒരുപാട് ചെടികൾ നമുക്ക് തൈകളാക്കി മാറ്റാം. സ്കൂളിലെ കുട്ടികൾക്കും കോളേജിലെ കുട്ടികൾക്കും എല്ലാവരും ഇവിടെ വന്ന് ഇതെല്ലാം പരിശീലിച്ചിട്ട് പോകുന്നുണ്ട്.
ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നല്ല കാറ്റും മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടിയ മുറിവ് ചിലപ്പോൾ കാറ്റടിച്ച് ഒടിയാൻ സാധ്യതയുണ്ട്. അതിന് നമ്മളതിന് ഒരു താങ്ങുകാല് 2 എൻഡും കെട്ടി നിർത്തിയാണ്. പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാറ്റും മഴയൊക്കെ വന്നു കഴിയുമ്പോൾ അതിശക്തമായ കാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാറ്റത്താടി കെട്ടിയ മുറിവ് അങ്ങ് ഒടിയും. ഒരു താങ്ങുകാല് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിന്നോളൂ. അതെ അതെ, ഓക്കെ. അന്നേരം ഇങ്ങനെയാണ് നമ്മൾ ബ്രെഡ് ഫ്രൂട്ട് നമ്മളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മളൊരു മദർ പ്ലാന്റ് ആണ്. നല്ല മെച്ചറായിട്ടുള്ള മദർ പ്ലാന്റിൽ നിന്ന് വേണം നമ്മൾ തൈ ഉൽപ്പാദിപ്പിക്കാനായിട്ട്. മാത്രമല്ല അണ്ണൻ്റെ വാക്കുകളെല്ലാം നമ്മൾ കേട്ടു. ഇങ്ങനെയാണ് നമ്മളെ ബ്രെഡ് ഫ്രൂട്ടിൻ്റെ പല രീതിയിൽ, അതായത് എല്ലാവരും ലെയർ ചെയ്ത് വെക്കും. ഇത് കാറ്റോ മഴയോ വരുമ്പോൾ ഒടിഞ്ഞു പോകും. അതിനുള്ള ചെറിയൊരു ടെക്നിക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇന്നതെന്നല്ല, അത്യാവശ്യം എല്ലാത്തിനും അത് കൊടുക്കുന്നത് നന്നായിരിക്കും. കാര്യം വെള്ളം ഓവറായിട്ട് അതിനകത്ത് നിന്നാലോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല കാറ്റോ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാര്യം നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തല്ലേ എടുക്കുന്നത്, നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അകത്ത് ചെറിയ പൊട്ടൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അതിന് ഇങ്ങനെ ചെയ്യുമ്പം പ്ലാന്റ് അവിടെ പിടിച്ച് നിൽക്കാനായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ഫ്രൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ്. ഇൻഫെക്ഷനെതിരെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൗവനം നിർത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. റേഡിയോസ് എന്ന് വെച്ചാൽ തലമുടിയുടെ താരം പോകാനായിട്ടൊക്കെ ഏറ്റവും നല്ലൊരു മെഡിസിനായിട്ട് കൺസിഡർ ചെയ്യുന്നതിൽ ഒരുപാട് എന്താ പറയുക മറ്റേ ആൻറ്റി ഓക്സിഡൻ്റൊക്കെ ഒരുപാടുള്ള ഒരു പഴമാണ്. നല്ലതാണ്. ഒന്നുമില്ലെങ്കിലും പുഴുങ്ങിയ കഴിച്ചിട്ടുള്ളവരൊക്കെ കാണാം. കറിക്ക് കൂട്ടൊക്കെ ഇട്ട കൊണ്ട് തോരനൊക്കെ വയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടോ. അതേപോലെ തന്നെ തേങ്ങാപ്പാലിലൊക്കെ അങ്ങോട്ട് പുഴുങ്ങണം. വായിലൂടെ കപ്പലോടും ഒരു വട്ടം കഴിച്ചാൽ. പണ്ട് ഇതില്ലാത്തൊരു വീടില്ലായിരുന്നു. അതാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കാണാനൊക്കെ ഒരുപാട് വീട്ടിലുള്ളതൊന്നും ഇല്ല. എന്ന് വെച്ചാൽ വലിയ മരവും നല്ല ബുഷായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇത് നമുക്ക് ലെയർ ചെയ്തെടുക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇത് തായ്വേര് കാണത്തില്ല. പിന്നെ നല്ലപോലെ താഴ്ചയിൽ വേണം ഈ പ്ലാന്റ് വെക്കാനായിട്ട്. അതിൻ്റെ ഉള്ളിൽ വെള്ളയായിരിക്കും. അത് മാത്രമല്ല തായ്വേരില്ലാത്തതുകൊണ്ട് നമ്മൾ ഇച്ചിരി താത്ത് പ്ലാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ വെള്ളക്കെട്ട് പാടില്ല, ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കാത്തൊരു ഭാഗത്ത് വേണം ഈ പ്ലാന്റ് വെക്കാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്താനായിട്ട് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, താങ്ക് യു.